ഹലോ ഗായ്സ്, അപ്പം നമ്മൾ രാവിലെ ഞായറാഴ്ചയായിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ അമ്പലത്തിൽ പോകും. ഒരു പട്ടി കയറി, ഞാൻ കിടന്ന് വിളിക്കണം ചേട്ടാ. അപ്പം നമ്മൾ പോകും വഴി കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ സമയമാമിയൊക്കെ ഉണ്ട്, അവർ നേരത്തെ ഇറങ്ങിയിട്ടെ. കറക്റ്റ് 8 മണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി ലേറ്റായി കേട്ടോ. അപ്പോഴേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ആ റോഡ് മൊത്തം ഇളക്കി മറിച്ചിട്ടേക്കാണ്. എന്തോ പൈപ്പ് ലൈൻ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നല്ല റോഡായിരുന്നു ഇത്. അപ്പം സമയമാമിയൊക്കെ അങ്ങ് പോയി, എത്തിക്കാണത്തില്ല, കുറച്ച് മുന്നേ ആയിട്ട് പോയെന്നേ ഉള്ളൂ. അപ്പം ഞാൻ നോക്കുമ്പോൾ വീഡിയോ എടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആകാശം കാണാൻ. അതും നമ്മുടെ എന്താ സ്റ്റിക്ക് വെച്ചിട്ട് എടുത്തായതുകൊണ്ട് നല്ല രീതിയിൽ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് സ്റ്റിക്ക് കൊണ്ടുള്ള ഉപയോഗം മനസ്സിലായി. എവിടെയും പോയി അതെടുക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ അമ്പലത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങോട്ട് പോവുകയാണ്. ഇവരുടെ കുടുംബക്ഷേത്രത്തിൽ നമ്മൾ പറയുന്നത് മൂന്നാംപുരയ്ക്കൽ, അതാണ് ക്ഷേത്രം. ഇതാണ് അമ്പലം. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ മിസ്റ്റർ അരുൺകുമാറിന്റെ വീട്. ഞങ്ങൾ പോണ കാര്യം പറഞ്ഞില്ല, പറഞ്ഞെങ്കിൽ മിക്കവാറും വൈകി തളഞ്ഞു നിർത്തുമെന്ന് അറിയിച്ചില്ല. വീട് കാണുമ്പോൾ എനിക്കൊരു കോള് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടോ ഗൈസ്. അപ്പൊ നമ്മൾ അമ്പലത്തിൽ കയറിയിട്ട് അടുത്ത വേറൊരു അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പൊ രണ്ടമ്പലത്തും കയറിയിട്ട് നമ്മൾ തിരിച്ചു വരണം. അപ്പൊ അങ്ങോട്ട് പോയപ്പോഴേ നമ്മുടെ ഇന്ദ്രിയും കർണനും ഒക്കെ ഇവിടെ നിരന്ന് കിടക്കുന്നത് കണ്ടത് കേട്ടോ. കർണ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സഞ്ജുവിന്റെ ബസ് ഇവിടെ കിടക്കുന്നുണ്ട്. എന്തോ കല്യാണ ഓട്ടോ ആണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ഇന്ദ്രി ഇത് അവിടെ കിടക്കുന്നുണ്ട്. അങ്ങോട്ട് പോയപ്പോൾ ഫ്രണ്ട് കണ്ടു കേട്ടോ. പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതും ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് നമ്മളിങ്ങനെ പോവാണ്. നമ്മൾ തിരിച്ച് അമ്പലത്തേക്ക് വീട്ടിലോട്ട് വരുവാണ് കേട്ടോ. ഹലോ ഗൈസ്, നമ്മൾ പെട്ടിരിക്കുകയാണ് ഗൈസ്. ഒരു റോഡ് പണി കിടക്കണം. കാരണം നമ്മൾ ഇതൊക്കെ വഴി തിരിച്ചു വിട്ടു ഗൈസ്. ഇത് എവിടെയാണ്? ഇതില്ല, അവിടെ അടിയില് മണമ്പൂരി കൂടെ. ഇതൊക്കെ എന്തൊരു ഇവിടത്തെ ഒക്കെ ഉള്ള റോഡാണോ അതറിയാൻ വയ്യ. അപ്പൊ നമ്മൾ വഴി അറിയാതെ വന്നപ്പോൾ വീണ്ടും ഒരു വണ്ടിക്കാർ വഴി അറിയാതെ പോകുന്നു. അവരെ പിറകെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാട്ടിനിടയിൽ നിന്ന് നമ്മൾ മെയിൻ റോഡിൽ എത്തിയിരിക്കും. വഴി അറിയാൻ വയ്യാതെ നമ്മൾ എവിടേക്ക് വന്ന് കയറിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മൾ മെയിൻ റോഡിൽ. നമ്മൾ വഴി തെറ്റി വന്നെങ്കിൽ എന്താ ഗായസ്, നമ്മൾ തേടി വള്ളി കാലിച്ചുറ്റിയിരിക്കുന്നു ഗായസ്. ഈ വർഷം നമ്മൾ റംബൂട്ടാൻ തിന്നതേ ഇല്ല, ഭയങ്കര വിലയാണ്. സാധാരണ നമ്മുടെ റംബൂട്ടാൻ സീസൺ ആയി കഴിഞ്ഞാൽ ഈ കടുവാപ്പള്ളി സൈഡിൽ ഇഷ്ടം പോലെ കാണും കേട്ടോ. ഇതിപ്പോ ഇന്നിപ്പോ നോക്കുന്നെല്ലാം നോക്കിയപ്പോ 2 വരെ കണ്ടു കേട്ടോ. നല്ല റേറ്റ് കേട്ടോ, 380 സംതിങ്. പക്ഷെ സാധനം സൂപ്പറാണ്. അപ്പൊ നമ്മുടെ തറവാട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗായസ്. സുപ്രഭാതം മിസ് മൈ തറവാട്ട്. അപ്പൊ ഞാനും ധ്യാനസും കൂടെ ഒരു പേപ്പർ റോസ്റ്റ് ആയിട്ട് വാങ്ങിച്ചത്. കാരണം നമുക്ക് കണ്ടുപോകും അത് തന്നെ ധാരാളം. അപ്പൊ രണ്ടറ്റത്ത് ഇങ്ങേറ്റം വരെ മുട്ടിക്ക് നിൽക്കുന്നുണ്ട്, നല്ല നീളമാണ് കേട്ടോ. അപ്പൊ നിശാട്ടൻ ഒരു നെയ് റോസ്റ്റും വാങ്ങിച്ചു, ഞങ്ങളൊരു പേപ്പർ റോസ്റ്റും വാങ്ങിച്ചു. അപ്പൊ രാവിലത്തെ കാര്യം കുശാൽ. പിന്നെ കല്ലമ്പലത്ത് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം വാങ്ങിക്കൊണ്ടിങ്ങി വന്നു. അപ്പൊ ധ്യാനസ് ബേക്കിംഗ് സിപ്പ പൊടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. കരിമാവും അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. അപ്പൊ അതൊക്കെ വാങ്ങിച്ചിട്ടേക്ക് വന്നു. എന്തായാലും ഇറങ്ങി തിരിച്ചതല്ലേ, അപ്പം ഒരു വടിക്ക് 2 പക്ഷി. അപ്പൊ ഞാൻ തയ്ച്ച ടോപ്പാണെന്നൊക്കെ പറഞ്ഞ് ബിൽഡപ്പ് ഇട്ട് പറയണം. കാരണം കുറച്ച് പ്രത്യേക സാങ്കേതിക വശങ്ങളുള്ളതിന് അതെനിക്ക് ചെറു ഷോർട്ട് ആക്കേണ്ടി വന്നു ഗൈസ്. അപ്പൊ നമ്മള് വീട്ടിലെത്തി. ഇത് ഞാൻ തയ്ച്ച എന്റെ ടോപ്പാണ് ഗൈസ്. ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് ടോപ്പ് എന്നുള്ള നീളം കുറയ്ക്കേണ്ടി വന്നു. പക്ഷെ നല്ല ഭംഗിയല്ലേ ഇത്. ഞാനും എന്ത് ഉത്തരവാദിത്തം ട്യൂഷന് പോകാൻ പോവുകയാണ്. ചോദിക്കട്ടെ നമുക്ക്. ചോറ്, ചമ്മന്തി, മുട്ട, അച്ചാറ്. ഇല്ല, 60-80 രൂപ. ഈ വർഷം നമുക്ക് റംബൂട്ടാൻ വാങ്ങിക്കേണ്ട അവസ്ഥയായിരിക്കുകയാണ് ഗൈസ്. പക്ഷെ നല്ല സംഭവം കേട്ടോ, ഇഷ്ടംപോലെ കഴിക്കാനൊക്കെ ഉണ്ട് അതിനകത്ത്. വേണോ? എന്തൊന്നും പറയാതെ ക്യാമറ ഓണായ തരിസ്വഭാവം പുറത്ത്. ചെരുപ്പ് എന്റെ ചെരുപ്പ് പട്ടി കടിച്ചു ഗൈസ്. ചില നാക്കടുത്ത് വളച്ചാൽ പിന്നെ പറ്റില്ല. വണ്ടി ഇട്ടിട്ട് പോകും. പറയാ ഒരു നായിൻ്റെ മകൻ കടിച്ചുകൊണ്ട് പോയി ഗൈസ്. ബൈ പഠിച്ചിട്ട് വേട്ടാ. ഓടക്കണം ചെറുക്കൻ്റെ കാൽ അങ്ങനെ ഇടിച്ചിട്ടൂടെ. നീ ഓറങ്ങി മേടിക്കും. നീയൊക്കെ ഇറങ്ങിക്കോ. ഓ
എന്താടാ കൈയൊക്കെ മാറ്റാൻ അറിയാനുണ്ടോ? ഒന്ന് പോവോ? ഞാൻ റംബൂട്ടാൻ കഴിക്കട്ടെ ഗൈസ്. അപ്പം ലിയോ റംബൂട്ടാൻ എന്തോന്നില്ലയോ? എന്തോന്നില്ലയോ? വേണോ? ഹലോ ഗൈസ്. അപ്പം നമ്മുടെ മലേഷ്യയിലെ അപ്പച്ചി വന്നിട്ടുണ്ട്. താഴെ ഞാൻ അമ്മാമ്മയ്ക്ക് പ്രസാദം കൊടുക്കാൻ പോയപ്പോൾ അവിടെ വന്ന് കയറാൻ വയ്യ, കാലൊക്കെ വയ്യാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് കറക്കി നമ്മൾ അങ്ങോട്ട് പോയിട്ട്. ഹലോ ഗൈസ്. അപ്പോൾ നമ്മുടെ മലേഷ്യയിലെ ആൻറ്റി വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്ന ഐറ്റംസ് കേട്ടോ. നല്ല സാധനം കേട്ടോ, നല്ല രസമുണ്ട്. സ്പ്രേ ഉണ്ട്, ഒരു മാക്സി ഉണ്ട്, ഡാനൂസിന് കുറച്ച് മിഠായി ഉണ്ട്. എല്ലാ വർഷം വരുമ്പോഴും എനിക്കൊരു ഡ്രസ്സ് കൊണ്ടുവരും കേട്ടോ. അവിടുത്തെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞ ശേഷം എല്ലാ തവണ വരുമ്പോഴും എനിക്ക് കൊണ്ടുവരും. എനിക്കിത് 3ാമത്തെ തവണയാണ്. ഇത് കൊള്ള ഐറ്റം സൂപ്പർ. എനിക്കൊരു കൊറിയർ വന്നിരിക്കുകയാണ് ഗൈസ്. വേറെ ഒന്നും ചെരുപ്പാണ് ഒരു മേടിക്കാണ്ട്. മീഷോയിൽ പുതിയൊരു സെറ്റപ്പ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ അറിയാമായിരിക്കും. പേ ലേറ്റർ ഉണ്ട്, അത് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പേ ലേറ്റർ അല്ല, ഇപ്പം EMI ഫെസിലിറ്റി വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാം. ഒരു 10-20 രൂപയൊക്കെ ഉള്ളൂ വ്യത്യാസം കൂടുതലായിട്ടെ. അപ്പം ഒരു 3 മാസം കൊണ്ട് അടച്ചാൽ മതി. അപ്പോൾ ഇവിടെ ആരുടെ കാലും നമുക്ക് ഇനി വീണ്ടും പിടിക്കേണ്ട, നമുക്ക് പതുക്കെ പൈസ കൊടുത്ത് എടുത്താൽ മതി. ഇതിന് ചെറിയ അളവാണ് ഗൈസ്. ഹലോ ഗൈസ്. സൂപ്പർ 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 സൂപ്പർ. ഹായ്, ഇതാണ് മലേഷ്യയിലെ നമ്മുടെ അപ്പച്ചി അമ്മാമ്മ എന്നൊക്കെ പറയും. പക്ഷേ അപ്പച്ചി എന്ന് പറഞ്ഞത് എനിക്ക് കൊണ്ടുവന്ന മാക്സി. അവരുടെ പ്രത്യേകിച്ച് നമ്മുടെ മാക്സിയുടെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത്, നല്ല സുഖമാണ് ഇടാനായിട്ട്. അപ്പം കഴിഞ്ഞ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോഴും ആ മാക്സി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ധ്യാന ട്യൂഷൻ കഴിഞ്ഞ് വരാണ് ഗൈസ്. അപ്പോൾ ഞാൻ അവനെ വിളിക്കാനായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. സ്കൂളിൻ്റെ അവിടെ കൊണ്ടാക്കിയതുകൊണ്ട് എനിക്ക് നടക്കാൻ വയ്യ, വണ്ടി എടുക്കാൻ വയ്യ, നീത്തി പോകുന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അയ്യ ചമ്മന്തി ചോറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? മുട്ടായി ഓകത്ത് ബിരിയാണി ഒക്കെ എല്ലാ ആഴ്ചയിലൊക്കെ ബിരിയാണി വെച്ചാടാ. സോന പപ്പടിയല്ല, അത് പൂട മുട്ടായി, ബോംബെ പൂട. അപ്പുറത്ത് അപ്പൂസും അമ്മയും ബീഫ് വയ്ക്കണം. നമുക്ക് അതിനൊന്ന് കുറച്ച് അങ്ങോട്ട് വരണമെന്ന് ചോദിക്കാം. നമുക്ക് ചമ്മന്തി ചോറോടെ നമ്മൾ അങ്ങോട്ട് വരട്ടാന്ന് ചോദിക്കട്ടെ കേട്ടാ. എന്തൊരു വെയിലാണ് ഗൈസ്, നോക്കടാ. ാണ് ഗൈസ്. ഞാൻ വീട്ടിലേക്ക് പോകുകയാണ്. കൊട്ടം വെയിലത്ത് കണ്ട നമ്മൾ പോകുന്നത്. ഇവിടെ അങ്ങ് പാട്ട് മുഴക്കുകയാണ്. അവൻ എന്നും കൂടെ ഉള്ളു ഇവിടെ. അപ്പൂസ് തിരിച്ചു പോവുകയാണ് ഗൈസ്. അത് കൊള്ളാം. അത് എവിടെ നിന്ന് കിട്ടിയാന്ന് ചോദിക്കരുത്. അപ്പൊ ഗൈസ്, അപ്പൊ ഇതാണ് എനിക്കിപ്പോൾ കൊണ്ടുവന്ന മലേഷ്യയില് കൊണ്ടുവന്ന ഇത്. കഴിഞ്ഞ എനിക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടുത്തെ നല്ല മെറ്റീരിയൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് പേര് വേണം, മൂത്തേമ അല്ലേ, മൂത്തേമ കയ്യിലിരുന്ന സംഭവം എനിക്കെടുത്ത് തന്നു. ഇത് കണ്ടോ, സീഡസ് ആണ്. പക്ഷെ ഇത് നല്ല സുഖമാണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ് അവിടുത്തെ സാധനം. അതൊന്നും പറയാൻ വേണ്ട. ഇപ്പോൾ ഷോർട്സ് ആണ്, നൈറ്റൊക്കെ ഇടാം, പുറത്തും ഇടാം എന്നൊക്കെ പറഞ്ഞ് തന്നതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഇട്ട് വളരെ രസമല്ലേ. അതിന് മുന്നേ ഫസ്റ്റ് ടൈം വന്നപ്പോൾ തന്നാണ് ഇത് കേട്ടോ. ഇത് ഒരു പ്രശ്നമില്ല. ഇതും അതേ സംഭവമാണ് കേട്ടോ മെറ്റീരിയൽ. ഞാൻ സത്യം പറഞ്ഞാൽ മാക്സിമം ഉപയോഗിക്കാറില്ല, പക്ഷെ ചൂട് സമയത്ത് നമ്മളിത് ഉപയോഗിച്ച് പോകും. പക്ഷെ ഇതിട്ടോണ്ട് കിടന്നാൽ എന്താ സുഖം അറിയാമോ. ഇതാണ് ഫസ്റ്റ് കൊണ്ടുവന്ന മാക്സി. അപ്പോൾ ഇതിനെ കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കഴിഞ്ഞ വന്നപ്പോൾ മാക്സി പറഞ്ഞു കേട്ടോ. ഇത് കോട്ടനാണ്. താങ്ക് യു സോ മച്ച്. എൻ്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ അടുത്ത വരും അവധികളിൽ ഞാൻ 2 ആഴ്ചത്തെ ലീവ് എടുത്ത് ഞാൻ മലേഷ്യയിലേക്ക് പോകും. ഇവിടെ ആര് വന്നില്ലെങ്കിൽ ഞാൻ പോകും. വരുന്നുണ്ടോ? വരുന്നില്ലേ? ഇവ പറയണം. എന്ത് ഞാൻ എന്ത് പോകാൻ പറ്റാ? എനിക്ക് ഞാൻ വിചാരിച്ച മലേഷ്യയിൽ പോകാൻ പറ്റൂലേ? എടുത്ത് പറഞ്ഞു എന്തെന്ന് പറഞ്ഞ് എന്താ ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ ഉച്ചക്ക് ചോറ് തിന്നട്ടെ. അപ്പൊ ചോറാക്കിയിട്ടുണ്ട്, ചമ്മന്തി ഉണ്ട്, മുട്ടയുണ്ട്. എൻ്റെ മുട്ട എന്താ ഇങ്ങനെ ഇരിക്കണം നിങ്ങൾ വിചാരിക്കരുത്. വയറിളക്കം പിടിച്ചിളക്കി ഇരിക്കുന്നതല്ല, ഇളക്കിയപ്പോൾ മറിഞ്ഞ് വീണ് പോയി ഗൈസ്. പിന്നെ നല്ല മിക്സഡ് അച്ചാറുണ്ട്, പപ്പടം ഉണ്ട് കേട്ടോ. നമ്മുടെ സൂപ്പർ പപ്പടം ഉണ്ട്. ഇനി കുറച്ച് തൈരും കൂടെ എടുക്കും കേട്ടോ. അപ്പോൾ തൈരും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പറാണ് കേട്ടോ. ഈ ഒരു റേഷൻ്റെ വെള്ള കുത്തിച്ചോറും
ചമ്മന്തി, മുട്ട, അച്ചാറ്, പപ്പടം, തൈരും കൂട്ടുകാരായിട്ട് അടി ഒടിച്ചാറുണ്ടല്ലോ ഗായ്സ്. സ്വർഗം മാമ സ്വർഗം. അങ്ങനെ ചോറ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തറയിലൊന്ന് കിടന്നു കേട്ടോ ഉറങ്ങാന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ആ അച്ഛനും മോൻ കയറി ഇരുന്ന് മസാജ് ചെയ്തെടുക്കുന്നത് എന്തൊരു സ്വരൂപ്പാന്നറിയാമോ ഒരാളും കൂടെ കയറി ഇരുന്നൊക്കെ ഇരുന്ന് മസാജ് ചെയ്തു. ഹലോ ഗായ്സ്, ഞാനൊന്ന് കിടന്ന് ഉറങ്ങിയല്ലേ എന്നെ അടിച്ച് കിടത്തി ഉറക്കി. എന്നെ നെറ്റി കണ്ട മുഴച്ചിരിക്കുന്നു. നെറ്റി കൂടെ ഇവിടെ ഫോൺ എടുത്തിട്ട് തന്നു. വേണ്ട ഫോൺ തിരിച്ചു പോകണം. നിങ്ങളെ അപ്പൂസ് നാളെ തിരിച്ചു പോകണം. അപ്പം അവൻ കുറച്ച് ബീഫും കപ്പയും ബീഫും അപ്പോഴും കഴിക്കാനും വിളിച്ച് ഞാൻ കഴിച്ചായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം ഇവിടെ തന്നു ഇവിടെ ഇരുന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അവൻ തന്നിട്ട് പോയി. അവൻ രാവിലെ പോവും. ആണ്ട ഈ പോണ ഗാർഹിക പീഡനം എൻ്റെ നെറ്റി കേട്ടാ മുഴച്ച് നമ്മളെല്ലാം. ഓ പട്ടി അവിടെ നിന്ന് ലിയ അവിടെ നിന്ന് കൊതി നോക്കും ഗൈസ്. അത് നല്ല സൂപ്പർ ബീഫ് കറി പോയവൻ അമ്പലത്തിൽ പോണക്കാൾ നിനക്ക് ബീഫ് കഴിച്ചൂടാ. ലിയോയ്ക്ക് അവിടെ നിന്ന് ഇരിക്കപ്പുറത്ത് വരില്ല. നല്ല മണം. ബീഫിന് മണം. ചേട്ടാ എനിക്ക് കൊടുത്താ കുറെ നാളായിട്ടാ ബീഫുമാര്. അപ്പൂസും മറ്റേ അവന്റെ പേരെന്തൊരു പ്രമോദ്. ഇവിടെ അടുത്തുള്ള പയ്യൻ തന്നെ. ഗേസിയാൻറ്റി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാണും. ഗേസിയാൻറ്റി പോകുന്ന നല്ലൊരു ഷെഫ് തന്നെയാണ്. ആകുമ്പോൾ രണ്ടും കൂടെ എഴുന്നത്തെ അവിടുത്തെ ബീഫ് കുക്കിങ്. ഉച്ചയ്ക്ക് ചോറായപ്പോൾ 2:30-3 മണിയായി. അറിയാമല്ലോ. അപ്പം അതുവരെ എൻ്റെ കൊച്ചിരിക്കൂല. നേരത്തെ തിന്നു. 3 പേർ കൂടെ 3 കൈകൾ ബീഫിൽ കിടക്കുന്നില്ലേ. അളിച്ച് വരട്ടെ ഗേസ്. കൊച്ചി ഒട്ടും ഇഷ്ടമല്ല. വഴിച്ച് വെക്കണണ്ട അവരല്ലെങ്കിൽ എരി. ഇപ്പം ആവശ്യത്തിന് എരിയുണ്ട്. കറക്റ്റ് എരിയേ ഉള്ളൂ. എന്തെന്ന് ഗേസ് നീ എരിയിൽ കുറച്ച് മാംസം ഇരിപ്പുണ്ട്. അവൻ കൊടുക്കട്ടെ. കൊള്ളാം കേടാ. പിള്ളേരുടെ അപ്പുസേ സൂപ്പർ. അപ്പം നേരിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി എൻ്റെ കുളിക്കാൻ പോകുന്നു. അപ്പോൾ വയലിൻ ക്ലാസ് ഇല്ലായിരുന്നു. എന്നാലും വീട്ടിൽ പോയി ചായ കുടിക്കാൻ വേണ്ടി നേരെ വീട്ടിൽ പോയിട്ട് ഒരു വടയും വാഴക്കപ്പൊക്കെ അങ്ങോട്ട് പോയി വീട്ടിൽ പോയി ചായ കുടിച്ചു. റോണി നമ്മുടെ സംസാരം കേട്ടിട്ട് കിടന്ന് വിളിക്കുന്നു. ഗസ് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഹായ് കാണാൻ വേണ്ടി ഇരുട്ടത്തിരുന്നുണ്ട്. എന്താ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. നമുക്കിന്ന് വയലിൻ ക്ലാസ് ഇല്ലായിരുന്നു. ഞങ്ങൾ വീട്ടിൽ പോകുന്നതിന് മുന്നേ അറിഞ്ഞു. പിന്നെ പോവേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ധ്യാനൂസിൻ്റെ യൂണിഫോം തയ്ക്കാൻ കൊടുത്തേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി വാങ്ങിയിട്ട് പാൻറ്റ് തയ്ക്കാനുള്ളത് കൊടുത്തു. അപ്പം ഇന്നിപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ എത്തി. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.